ഏതാനും പേരെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റാരുമല്ല, നിങ്ങൾ കുറേ 5-6 വർഷമായിട്ട് സ്വരം മാത്രം കേട്ടിട്ടുള്ള നമ്മുടെ ശുശ്രൂഷകളുടെ പിൻബലമായി നിന്ന ഗായക സംഘമാണ്. ഇന്നത്തെ 2-3 നേരം കൂടി കാണാനുണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നത്തെ എത്തിയോ ഇല്ലയെന്ന്. ഇപ്പോൾ ഓർഗണൊക്കെ വായിച്ചപ്പോൾ പാട്ട് പാടുന്ന അവിടെ നിൽക്കുന്നത് നമ്മുടെ ക്രിസ്ത്യനാണ്. കൊറോണ കാലത്ത് ആ ഓൺലൈൻ ധ്യാനത്തിനൊക്കെ മുഴുവൻ സമയം ഒരു 3-4 പേര്, ക്രിസ്ത്യൻ, ഷൈബിൻ, ജോമറ്റ്, സിബിച്ചേട്ടൻ, അതുല്, ഫിലിപ്പേട്ടൻ കഴിഞ്ഞൊരു വർഷം അയാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഈ കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ കേൾക്കുന്നത് നമ്മുടെ രണ്ടാമത് നിൽക്കുന്ന ഫിലിപ്പേട്ടൻ. ഒന്ന് കൈവയ്ക്കേ. ഫിലിപ്പേട്ടൻ്റെ സ്വരമാണ് രാവിലെ ഷക്കിയുടെ ചാനലിലൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്വരമല്ലേ? നല്ല മാധുര്യേറിയ സ്വരമാണ്. ക്രിസ്ത്യൻ കൊറോണ കാലത്തൊക്കെ ഓൺലൈൻ ധ്യാനത്തിന് മുഴുവൻ കേട്ടുകൊണ്ടിരുന്ന സ്വരമാണ് ക്രിസ്ത്യൻ. അതുൽ 4ാമത് നിൽക്കുന്നത്. ഞങ്ങളുടെ ധ്യാനങ്ങൾക്കും മറ്റെല്ലാ ശുശ്രൂഷകൾക്കും സിബിച്ചേട്ടൻ്റെ കൂടെ തന്നെ ഫിലിപ്പേൻ്റെ കൂടെ സഹായിക്കുന്നതാണ് നമ്മുടെ സിബിച്ചേട്ടൻ. സിബിച്ചേട്ടൻ വർഷങ്ങളായിട്ട് ക്യാരിസ്മനോട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ഞാൻ വന്ന നാൾ മുതൽ ഒരു 14-15 വർഷത്തോളമായിട്ട് സിബിച്ചേട്ടൻ ഈ ഭവനത്തോട് ചേർന്ന് ശുശ്രൂഷകൾ ചെയ്യുന്നതാണ്. ബാബു സാറ് പോയോ? അല്ല, കുർബാനയ്ക്ക് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് തിരക്കായിരുന്നു തോന്നുന്നു. വേറൊരു നമ്മുടെ ഒരു പാട്ടുകാരനും കൂടിയുണ്ട്. ഞാൻ വന്ന കാലം മുതൽ ഗാനങ്ങൾ ആലപിക്കുന്നതാണ് ബാബു സാറ്. ബാബു സാറ് കുർബാനയ്ക്ക് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഇച്ചിരി തിരക്ക് കാരണം പോയി കാണുമായിരിക്കും. ബാബു സാറ്, പിന്നെ അതുല്, ഇവരെല്ലാം നല്ല കഴിവുള്ള കുട്ടികളാണ് കേട്ടോ. അതേ റിച്ചിൻ, ഈ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് മീഡിയയിലൊക്കെ കുറേ അപ്ഡേഷനൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. ക്യാരിസ്മൻ്റെ മീഡിയ പ്രോഗ്രാമുകളെല്ലാം മാനേജ് ചെയ്യുന്നത് റിച്ചിനാണ്. ലൈവ് ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ അമലാണ്. നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ ഞങ്ങൾ അധികം പ്രോബ്ലംസ് ഒന്നുമില്ലാതെ അല്ലേ, ഒരു പ്രോഗ്രാം എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയാലാണ് കൃത്യമായിട്ടത് ഒരു തടസ്സവും കൂടാതെ വലിയ ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥകളൊന്നുമില്ലാതെ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് 5-6 വർഷക്കാലമായിട്ട് ഈ ഭവനത്തിലെ ലൈവ് ശുശ്രൂഷകൾക്ക് അമലിന് മുമ്പ് പലരുണ്ടായിരുന്നു. ടോണി, മിലൻ, ദിവ്യ, അങ്ങനെ പലരും ഇതിനു മുമ്പ് ശുശ്രൂഷകൾ ചെയ്ത് അവരവരുടേതൊക്കെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പോയി. ഇപ്പോൾ ലൈവ് ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അമലും അരുണിമ എന്ന് പറയുന്നൊരു പങ്കുവച്ചുണ്ട്. പോസ്റ്ററുകളും മറ്റ് മീഡിയയുമായി ബന്ധപ്പെട്ട് അമലിനെ സഹായിക്കുന്നത് ആ പങ്കുവച്ചാണ്. ബാക്കി നിങ്ങളെ വന്നപ്പോൾ സഹായിച്ച കുറേ യുവജനങ്ങളുണ്ട്. അവരെല്ലാം ഇവിടെ തന്നെയുണ്ട്. പലയിടങ്ങളിലൊക്കെ ആയിട്ട് കിച്ചണിലും മറ്റിടങ്ങളിലൊക്കെ ആയിട്ടൊക്കെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെ നമ്മുടെ ഈ ഗായക സംഘത്തിനൊരു നല്ലൊരു കയ്യടി കൊടുത്താലോ. ഇവരെല്ലാവരും മറ്റു പല ശുശ്രൂഷകളിൽ ഓടി വന്നതാണ് കേട്ടോ. ഓരോ പള്ളിയിൽ പെരുന്നാളുള്ളവരുണ്ട്, മറ്റു ശുശ്രൂഷകളുടെ ഇടങ്ങളിലായിരുന്നു ഓടിയെന്നവർ. ഞാനിങ്ങനെ നമ്മുടെ ഇങ്ങനെ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ജസ്റ്റ് തിരിച്ചു പോവുക പലയിടങ്ങളിലേക്കൊക്കെ. അപ്പോൾ ഈ സമയത്തിനായിട്ട്, കാരണം ക്യാരിസ്മയിൽ എപ്പോഴും ഒന്നിലധികം പാട്ടുകാർ ഒരേ സമയത്ത് വരാറില്ല അല്ലേ. ഒരു പാട്ടിനുള്ള മറ്റൊരു പാട്ടുകാർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ എല്ലാ പാട്ടുകാരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. ബാബു സാറ് കൂടെ ഉണ്ടായിരുന്നു. മറ്റ് 1-2 പേര് ചിലപ്പോൾ ജോയിൻ ചെയ്യുമായിരിക്കും. അതുലിനും സിബിച്ചേട്ടനും ഫിലിപ്പേട്ടനും ക്രിസ്ത്യനും മറ്റ് ഗായക സംഘത്തിന് എല്ലാവർക്കും ക്യാരിസ്ഭവൻ്റെ പേരിലും കഴിഞ്ഞ 6 വർഷക്കാലം ഓൺലൈൻ ശുശ്രൂഷകളൊക്കെ ഇത്ര മാധുര്യമേറിയതാക്കിയത് നിങ്ങളുടെ സ്വരമാണ്, നിങ്ങളുടെ കഷ്ടപ്പാടാണ്, അധ്വാനമാണ്. എല്ലാത്തിനും ദൈവനാമത്തിൽ നിങ്ങളോട് ചേർന്ന് ഇവർക്ക് നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു ഒരു 4 ലൈൻ ഇവരെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് ആരുടെ സ്വരമാണെന്ന് നാളെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് അവനാണ് പാടുന്നത്, ഇത് ഇവനാണ് പാടുന്നത് എന്നൊക്കെ പറയാൻ പറ്റും. ഷൈവിൻ കേട്ടോ. ആദ്യം നമുക്ക് ഷൈവിനെ ഒരു ചാൻസ് കൊടുക്കാം. അവൻ ഇപ്പോഴാണ് എത്തിയത്. ലേറ്റായിട്ട് വന്നൊരു പണിഷ്മെൻ്റ് ആയിക്കോട്ടെ. ഇത് ഷൈബിൻ. കൊറോണ കാലത്ത് എൻ്റെ ശുശ്രൂഷകളിൽ ഏറ്റവും അധികം സഹായിച്ചൊരു സഹോദരനാണ്. ആദ്യകാലങ്ങളിൽ ഓർഗൻ വായിക്കാൻ അറിയത്തില്ലായിരുന്നു, പാടാൻ മാത്രമേ അറിയത്തുള്ളൂ. ഞാനൊരു ഓർഗനൊക്കെ മേടിച്ചു കൊടുത്തിട്ട് നീ ഓർഗൻ പഠിക്കണം, എന്നിട്ട് പാടിയാൽ മതി, ഓർഗൻ കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുത്തി 3 മാസം കൊണ്ട് അവൻ ഓർഗൻ നന്നായിട്ട് പഠിച്ച് ഇന്ന് മനോഹരമായിട്ട് ഓർഗൻ വായിക്കും. ഇവൻ്റെ ഒരു ഡേറ്റ് കിട്ടാൻ ഞാൻ കാല് പിടിക്കണം കേട്ടോ. സിനിമയ്ക്കൊക്കെ ഇതിനൊക്കെ മ്യൂസിക് ചെയ്യുന്നുണ്ട്, സംഗീതം ചെയ്യുന്നുണ്ട്. ഒത്തിരി ഗാനങ്ങൾക്ക് സംഗീതം ഇതിനകം ചെയ്യുകയും പാടുകയൊക്കെ ചെയ്ത സഹോദരനാണ് നമ്മുടെ ഷൈവിൻ. ഷൈവിന് പ്രത്യേകം നന്ദി പറയുന്നു. 4 ലൈനെ പാടാവും കേട്ടോ, അവർക്ക് പഠിപ്പിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
വിജിലച്ചനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിജിലച്ചൻ എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടെയാണ്. അപ്പോൾ എൻ്റെ വളർച്ചയിൽ, സംഗീതത്തിൻ്റെ വളർച്ചയിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ്. ഞാൻ മാത്രമല്ല, അതുൽ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. റീസെൻ്റായിട്ട് ഇറങ്ങിയ ശ്വാസം എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുള്ള ഫിലിം ഡയറക്ടർ ബിനോയ് വഴൂരിൻ്റെ സിനിമയിൽ SFX ചെയ്ത അതിലാണ്. അപ്പം അങ്ങനെ ഞാൻ ചെയ്ത പടം ഇറങ്ങിയിട്ടില്ല. മോഡസ് ഓപ്പറാൻഡി എന്നാണ് അതിൻ്റെ പേര്. മോഡസ് ഓപ്പറാൻഡി അറിയാമല്ലോ. അപ്പം ഞാൻ ഒരു ചെറിയ പാട്ട് പാടിയേക്കാം. യേശുവേ കരുണാമയനേ, 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 അടിയനീ പൊടിയാണെന്നോർത്തിടണമേ, അലറുന്നീയാഴില്ലൻ പ്രാണനെ, അണയാതെ എന്നും നീ കാത്തിടണമേ, കരുണാമയനേ, കരുണാമയനേ, അടിയനീ പൊടിയാണെന്നോർത്തിടണമേ, അലറുന്നീയാഴില്ലൻ പ്രാണനെ, അണയാതെ എന്നും നീ കാത്തിടണമേ, നിന്ദയെന്നും ജീവനാണേ, എൻ ഭയമെല്ലാം മാഞ്ഞു പോയി, നീ അടിച്ചാലും ആർദ്രമാണേ, യേശുവേ കരുണാമയനേ, യേശുവേ കരുണാമയനേ, യേശുവേ കരുണാമയനേ. ക്രിസ്ത്യൻ ഒരു സമയത്ത് ഞാനും അന്വേഷിച്ചോടിയും പുറത്തൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ ക്രിസ്ത്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, എന്നാലും അവനെ വിളിക്കും. അപ്പോൾ ക്രിസ്ത്യൻ വലിയ ഇഷ്ടമാണ് പുറത്ത് വരാനൊക്കെ ആയിട്ട്, ഇങ്ങനെ പരിപാടിക്കൊക്കെ പോരാനായിട്ട്. ഇപ്പോൾ നമ്മൾ 2-3 ദിവസത്തൊക്കെ പരിപാടിക്കൊക്കെ പോകുമ്പോഴും നേരത്തെ പറഞ്ഞാൽ മതി, പുള്ളി റെഡിയാക്കി ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് വേണമെങ്കിൽ പോന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഇതിന് പരിപാടിയുണ്ട് 3 ദിവസം വരാം, റെഡിയായി ബാഗ് റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചപ്പോഴാണ് വേറൊരു പാട്ടുകാരൻ റെഡിയായിരുന്നു വരാനായിട്ട്. അപ്പോൾ പരീക്ഷയ്ക്കുള്ള ക്ലാസ്സൊക്കെ ഉള്ളല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നിൻ്റെ ക്ലാസ് കളയണ്ട, കുഴപ്പമില്ല. അവൻ പറഞ്ഞു, ബാഗൊക്കെ തൂക്കി നിൽക്കുക, വല്യമ്മച്ചി ചോദിക്കും പോകുന്നില്ലെന്ന്, അതുകൊണ്ട് ഞാൻ വരുവാ, ക്ലാസ് പോയാലും കുഴപ്പമില്ല. പറഞ്ഞു എന്നാൽ പിന്നെ ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അങ്ങനെ കാരിസ്മോൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും വർഷങ്ങളായിട്ട് ഇപ്പോൾ അവൻ സ്കൂളിൽ പഠിപ്പിക്കുവാണ്. സാറൊക്കെ ആയിട്ട് കാറ്ററ്റൊക്കെ എഴുതി പാസ്സായി സ്കൂളിൽ സാറായിട്ട് കയറി. കൊറോണ കാലത്തും മറ്റേത് ശുശ്രൂഷകൾക്ക് എപ്പോൾ വിളിച്ചാലും വലിയ സ്നേഹത്തോടെ വരികയും സഹായിക്കുകയൊക്കെ ചെയ്ത ഒരു സഹോദരനാണ് ക്രിസ്ത്യൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ ചെറിയൊരു 4 ലൈൻ പാടാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ
അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. താങ്ക് യു. അതുൽ, ഇതൊരു കോംബോ ആണ്. ഞങ്ങളുടെ യൂത്തിൻ്റെ പ്രോഗ്രാമിന് ഇവർ 3 പേര്, ജിച്ചിൻ്റെ അതാണ് ഡ്രമ്മിസ്റ്റാണ്, ഇപ്പോൾ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ട് വരുന്നതാണ്. അങ്ങനെ ഒരു കുറച്ച് പേരുണ്ട്. നമ്മുടെ യൂത്ത് ഗ്യാതറിങ്ങിന്, യൂത്ത് പ്രോഗ്രാമിനൊക്കെ ഇവരുടെ എല്ലാവരും ഇൻസ്ട്രുമെൻ്റ് ആക്കി. ഇതിന് നമ്മുടെ റിച്ചിൻ അവനാണ് മെയിൻ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോഗ്രാമും മ്യൂസിക്കിൻ്റെ എല്ലാം ബേസ് അവനാണ്. അപ്പം ഇങ്ങനെ ഒരു യൂത്തിൻ്റെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്, ക്യാരിസ് ബാൻഡ് എന്നാണ് ഞങ്ങളതിനെ വിളിക്കുന്നത്. അങ്ങനെ ഒരു ക്യാരിസ് ബാൻഡ് യൂത്തിലുള്ളവരാണ് ഇവർ. അപ്പോൾ യൂത്തിൻ്റെ പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ കണക്റ്റഡ് ആവും. ബാക്കിയുള്ള ധ്യാനങ്ങൾക്ക് നമുക്കിവിടെ റെഗുലറായിട്ട് ധ്യാനത്തിന് പാടാനുള്ള പാട്ടുകാരുണ്ട്. അപ്പോൾ അതിലിതുപോലെ തന്നെ കൂടുതലും സിനിമയ്ക്കും മറ്റു പരിപാടിക്കൊക്കെ മ്യൂസിക്കൊക്കെ കൊടുക്കുന്ന അതിൽ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു. സണ്ണിച്ചേട്ടാ, സണ്ണിച്ചേട്ടൻ ഇതുപോലെയാണ്. കൊറോണ കാലത്ത് മെയിൻ പാട്ടുകാരൻ അല്പം റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സണ്ണിച്ചേട്ടൻ. അല്ലെങ്കിൽ കൊറോണയ്ക്ക് മുമ്പ് റെഗുലറായിട്ട് പാടുമായിരുന്നു. നമുക്ക് മ്യൂസിക്കൊന്നും ഇല്ലാതെ, മ്യൂസിക്കില്ലാതെ പാടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കാര്യച്ച പറഞ്ഞ് ഈ മ്യൂസിക്കൊക്കെ ഇച്ചിരി പഠിക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മ്യൂസിക്കൊക്കെ ഇട്ട് രാവിലെ ഷെക്കീന ചാനലിൽ പാട് എന്നൊക്കെ പറഞ്ഞ് സണ്ണിച്ചേട്ടൻ ഈ പ്രായത്തിൽ ഓർഗണൊക്കെ ആയിട്ട് കുത്തിയിരുന്ന് കുറേ പഠിച്ച് പിന്നെ പെൻ ഡ്രൈവൊക്കെ കുത്തി. ഏതായാലും ഇപ്പോൾ രാവിലെ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് റെഗുലറായിട്ട് ക്യാരിസ് ഫെല്ല ഷെക്കീന ചാനലിൽ പോകുന്ന ഒരു കുർബാനയ്ക്ക് സണ്ണിച്ചേട്ടനാണ് പാടുന്നത്. സണ്ണിച്ചേട്ടാ നല്ല പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സണ്ണി, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. അതിൽ കൂടുതൽ ഇവിടെ 10-25 വർഷമായിട്ട് ഡെയിലി മാസിന് വരുന്ന, ദൈവം അനുഗ്രഹിച്ച് വരാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. ഞാനൊരു കുർബാനയിൽ പാടുന്ന ഒരു പാട്ട് പാടാം. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, നെഞ്ചിൽ നേരിപ്പോടു കത്തുന്ന നേരം നെഞ്ചോടണച്ചവനേ, വറ്റാത്ത സ്നേഹമേ നിന്നെ മറന്നു ഞാൻ എത്തുന്നു ആശയോടെ ഞാൻ. വറ്റാത്ത സ്നേഹമേ നിന്നെ മറന്നു ഞാൻ എത്തുന്നു ആശയോടെ ഞാൻ. കോടാനുകോടി
പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ. താങ്ക് യു. താങ്ക് യു സണ്ണി ചേട്ടാ. സിബി ചേട്ടാ, സിബി ചേട്ടൻ നമ്മുടെ ധ്യാനങ്ങൾക്കൊക്കെ സിബി ചേട്ടനാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. പിന്നെ ധ്യാനം ഇല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഫിലിപ്പേട്ടൻ ഇച്ചിരി റെസ്റ്റൊക്കെ വേണം, ഒന്ന് വീട്ടിൽ പോയി ഭാര്യയും പിള്ളേരൊക്കെ കാണുമെന്ന് തോന്നുമ്പോൾ ആ ദിവസങ്ങളിലെല്ലാം സിബി ചേട്ടൻ തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്നത്. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. താങ്ക് യു. ഫിലിപ്പേട്ടനാണ് നമുക്കിപ്പോൾ എല്ലാ കുർബാനകൾക്കും കഴിഞ്ഞൊരു വർഷക്കാലമായിട്ട് ഗാനങ്ങൾ ആലപിക്കുന്നത്. യെസ്, ഫിലിപ്പേട്ടൻ വന്നു കഴിഞ്ഞ് പിന്നെ നല്ല മനോഹരമായിട്ട് രാവിലെയൊക്കെ എനിക്ക് കമൻ്റൊക്കെ ഇട്ടുണ്ട്, നല്ല പാട്ടാണുള്ളത്, ആരാ പാടുന്നതെന്നൊക്കെ പറഞ്ഞു. അത് ഈ പുള്ളിയാണ് പാടുന്നത് കേട്ടോ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു. നാഥൻ സ്വന്തമായി എന്റേതാകുന്നു. സ്വർഗത്തിൻ സ്വരമിൻ സ്വത്തായി മാറുന്നു. നെഞ്ചോടു ചേർത്തെൻ്റെ ഈശോ ആ ചങ്കിലെ ചൂടേകി പ്രാണൻ വെടിഞ്ഞെൻ്റെ ഈശോ സ്വന്തം ജീവൻ വെടിഞ്ഞെൻ്റെ നാഥൻ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറുന്നീ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ ഞാനായി മാറുന്നീ തിരുബലിയിൽ. താങ്ക് യു. അപ്പോൾ പാട്ടൊക്കെ കേട്ട് ഭക്ഷണം കഴിക്കാൻ പോകണേ, നല്ല വിശപ്പൊക്കെ കിട്ടുമല്ലോ എന്നോർത്താണ് ഇവരെ കൊണ്ടൊക്കെ പാട്ട് പാടിച്ചത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോൾ സന്തോഷത്തോടെ പുറത്തേക്ക് നിങ്ങൾക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാട്ടോ, ധ്യാനമൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മിണ്ടാതിരിക്കുകയൊന്നും വേണ്ട. ഒരു പാട്ടൊക്കെ പാടി ധ്യാനത്തിൻ്റെ ഒരു മൂഡിലേക്ക് ആക്കിയെന്നുള്ളൂ.